മണ്ണിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് കിട്ടുമ്പോൾ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ കൃഷി ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് അടക്കം പച്ചക്കറികളും പൂക്കളും എത്തിക്കുന്ന ഒരു നാട് ഗുണ്ടൽപേട്ട്. അപ്പോൾ എല്ലാവർക്കും ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. കൃഷിനാടായ ഗുണ്ടൽപേട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കിയാലോ. നമ്മൾ വയനാട്ടിലേക്ക് വരുമ്പോഴേ ഈ ഗുണ്ടൽപേട്ട് റൂട്ട് കൂടി ഒന്ന് പിടിക്കുക. വയനാട് നിന്ന് ഗുണ്ടൽപേട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റ് കൂടി ഒന്ന് കാണാം. ഇനി എങ്ങാനും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വയനാട് എത്തിക്കഴിഞ്ഞാൽ ബത്തേരി പിടിക്കുക, ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട്. എന്നിട്ട് ഗുണ്ടൽപേട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കറങ്ങാം. ഗുണ്ടൽപേട്ടിന്ന് പിന്നെയും പോയി കഴിഞ്ഞാൽ നമുക്ക് മുതുമല ഫോറസ്റ്റ്, ബന്ദിപ്പൂര് ഫോറസ്റ്റ്, എന്നിട്ട് നമുക്ക് ഗൂഡല്ലൂർ വഴി നാടുകാണി എത്തി അവിടെ നിന്ന് നമുക്ക് വഴിക്കടവ്, പെരിന്തൽമണ്ണ, വളാഞ്ചേരി എത്താം. വളാഞ്ചേരി എത്തുമ്പോൾ നമുക്ക് പുതിയ ഹൈവേ കിട്ടും. അവിടെ നമുക്ക് തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിലേക്കും കോഴിക്കോട് തൊട്ട് വടക്കോട്ടുള്ള ജില്ലയിലേക്കും പോകാമല്ലോ. പുതിയ ഹൈവേ കുറേ പണി കഴിഞ്ഞാലേ സുഖമായിട്ട് പോവുകയും ചെയ്യാം. നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിക്കഴിഞ്ഞാലേ തിരിച്ച് വയനാട് വഴിക്കിനെ പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ട കാഴ്ചകളും പിന്നെ കാണണ്ട. താമരശ്ശേരി ചുരത്തിൻ്റെ ബ്ലോക്കും കിട്ടൂല. ഇതാകുമ്പോൾ ശരിക്കും റൗണ്ട് അടിച്ചൊരു കറക്കാം. അപ്പോൾ അതേ ഇവിടെ സൂര്യകാന്തി പാടം കണ്ടപ്പോൾ നമുക്ക് മൊബൈലൊന്നും പോകാൻ കാണിക്കാമെന്ന് വെച്ചു. ഞാൻ പോയ മാസം ജനുവരി മാസമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറേയൊക്കെ സൂര്യകാന്തി കൃഷി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതേ ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ നമ്മുടെ കോളീസോടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് റൂട്ട് ഇങ്ങനെ പിടിക്കാം കേട്ടോ. മുതുമല, ബന്ദിപ്പൂര് ഫോറസ്റ്റ് വഴി പോകാമെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ആ ഫോറസ്റ്റ് കഴിഞ്ഞ് നമുക്ക് തെപ്പേക്കാട് എന്നൊരു സ്ഥലം കിട്ടും. അവിടെ വഴി രണ്ടായി തിരിയുന്നുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഡല്ലൂർ നാടുകാണി വഴി, പിന്നത്തെ വഴി വരുന്നത് മസിനഗുഡി വഴി നമുക്ക് ഊട്ടിക്ക് പോകാം. ഇനിയിപ്പോൾ ഊട്ടിക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ മസിനഗുഡി വരെ പോയിട്ട് മസിനഗുഡിയിലുള്ള മോയാർ, സിംഗാര, ബൊക്കാപുരം, വിഭൂതിമല എന്നീ സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ടേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗൂഡല്ലൂർ നാടുകാണി വഴി നമുക്ക് ആ വഴിക്ക് പോകാം. മസിനഗുഡിയിൽ പറഞ്ഞാൽ ഈ 4 സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളാണ് ചേട്ടാ. ഇതിൽ വിഭൂതിമല ഒഴിച്ച് ബാക്കി 3 ഫോറസ്റ്റ് ഏരിയയാണ്. മൃഗങ്ങളെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതിൽ വിഭൂതിമല മലയുടെ മുകളിലൊരു ക്ഷേത്രമാണ്. അത് നമുക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയ കൂടെ പോയിട്ടാണ് ആ മല കയറാം. അവിടേക്ക് നമ്മുടെ വണ്ടിയൊന്നും പോവില്ല, അത് ഓഫ് റോഡാണ്. അത് നമ്മൾ മസിനോട് എത്തിക്കഴിഞ്ഞാലേ അവിടെ നമുക്ക് ജീപ്പ് കിട്ടും. അപ്പോൾ ഇപ്പം പറഞ്ഞ അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ ഗുണ്ടൽപേട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ വന്ന വഴി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞില്ലേ വയനാട്ടിൽ നിന്ന് ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലേക്ക് എത്തി. അപ്പോൾ മുത്തങ്ങയുടെ നല്ല തിക്ക് ഫോറസ്റ്റൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വയനാട് കുറച്ച് വീഡിയോ ഇടുന്ന മുഴുവനായിട്ടില്ല. അപ്പോൾ മുത്തങ്ങയുടെ ഫോറസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പിന്നാലെ വരും. അപ്പോൾ വയനാടും ഗുണ്ടൽപേട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ശിവസ്മൻ ചാനലിൽ വ്യക്തമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോസ് ഉണ്ടാവും. ഇതിലിപ്പോൾ വയനാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് വരുമ്പോഴേ ആദ്യം നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റ് കിട്ടാം. മുത്തങ്ങയിൽ കടക്കുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കിട്ടണം നമുക്ക് ബന്ദിപ്പൂര് ഫോറസ്റ്റാണ്. ബന്ദിപ്പൂര് ഫോറസ്റ്റ് നമുക്ക് കടക്കുമ്പോൾ തന്നെ ഒരു 20 രൂപ നമുക്ക് എൻട്രി ഫീസ് കൊടുക്കണ്ട. എന്നിട്ട് ബന്ദിപ്പൂര് ഫോറസ്റ്റ് കാണുന്നിട്ടാണ് നമുക്ക് ഗുണ്ടൽപേട്ട് കിട്ടുക. അപ്പോൾ നല്ല ഭംഗിയുള്ള തിക്ക് കാടുകൾ കഴിഞ്ഞ് കിട്ടുന്നതാണ് കൃഷിഭൂമിയാണ് ഗുണ്ടൽപേട്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ടിലെ ഗ്രാമങ്ങൾ. അതുപോലെ നമ്മൾ പോണ വഴി വലിപ്പമുള്ള റോഡ് തന്നെയാണ്. ആ റോഡ് നമുക്ക് ശരിക്കും വയനാട് തൊട്ട് ഇവിടം വരെ നല്ല വീതിയുള്ള കാട്ടിൽ കൂടെ നല്ല വീതിയുള്ള റോഡ് തന്നെ കിട്ടാട്ടാ. മുത്തങ്ങ ഫോറസ്റ്റ് കൂടെ വരുമ്പോഴേ ഇടയിലിടയിൽ ഹമ്പുകൾ വരും. അതിപ്പോൾ മൃഗങ്ങളെ സേഫിന് വേണ്ടി ചെയ്യാനാണത്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഹമ്പുകളൊക്കെ വല്ലാണ്ട് അടുത്തടുത്താണ്. നോക്കിയാൽ ഗ്രാമത്തിലൊരു പശുക്കുട്ടിനാണ്ട. അപ്പോൾ അടുത്തടുത്ത ഹമ്പുകളെ നമ്മുടെ ക്ലച്ച് ചവിട്ടി കാല കഴിക്കും. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ആ സിനിമയിലെ പാട്ടാണ്. ആ സിനിമ ഷൂട്ട് ചെയ്തത് ഗുണ്ടൽപേട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ പാട്ട് സീനിലൊക്കെ ഇവിടുത്തെ കൃഷിഭൂമികൾ കാണിക്കുന്നുണ്ട്, ശരിയല്ലേ? അതുപോലെ ചെട്ടിമല്ലിപ്പൂപ്പാടൊക്കെ കാണിക്കുന്നുണ്ട് ആ പാട്ടിൽ. അതുപോലെ സിനിമയിൽ ലാലിനും കാവ്യമതിൻ്റെ ഒക്കെ വീടിനൊക്കെ ഭാഗമില്ലേ, അപ്പോൾ ആ വീടിനോട് ചുറ്റിപ്പറ്റുള്ള ഗ്രാമങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് തോന്നുന്നുണ്ടോ എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല. ഈ സിനിമ ഇറങ്ങിയ ടൈമിലെ നാനും ചിത്രഭൂമിയൊക്കെ വരുമല്ലോ നമ്മുടെ വാരികകൾ. അപ്പോൾ അന്ന് ആ ടൈമിലെ ഗുണ്ടൽപേട്ടിൽ ചിത്രീകരിച്ചാണെന്നാണ് വായിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയതും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞതും. ശരിക്കും എനിക്ക് ഈ വഴിക്കട പോകുമ്പോഴൊക്കെ എനിക്ക് ഈ പാട്ട് ഓർമ്മ വരും. അതുപോലെ ചെട്ടിമല്ലിയുടെ കൃഷിയൊക്കെ വളരെ കുറവുണ്ട്. ഞാൻ കുറച്ചൊരു ഭാഗത്ത് മാത്രമേ കണ്ടുള്ളൂ. ശരിക്കും നമ്മുടെ ഓണത്തിൻ്റെ ആ ടൈമിലേക്കാണ് തോന്നുന്നത് ഇവിടെ കൂടുതലായിട്ട് ചെട്ടിമല്ലി കൃഷി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ശരിക്കും ആ ടൈമിൽ വരുമ്പോഴാണെന്നുണ്ട് കൂടുതൽ പൂക്കൃഷി കാണാമെന്നുണ്ട്. ഈ ജനുവരി മാസത്തിലൊക്കെ വന്നാലേ വല്ലാണ്ട് ഭംഗിയുള്ള ചിത്രങ്ങളെ കിട്ടാൻ സാധ്യതയില്ല. ഞാൻ മിക്കപ്പോഴും വന്നത് ഈ ടൈമിൽ തന്നെയാണ്. അപ്പോൾ അതേ കർണാടക എന്നുള്ള ശബരിമല വണ്ടികൾ പോകുന്നുണ്ടെന്നാ. അപ്പോൾ മകരവിളക്കാകുമ്പോഴേ നമ്മുടെ നാട്ടിൽ കൂടെ അങ്ങനെ കൊടിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനത്തെ കുറേ വണ്ടികൾ പോകണതാണല്ലേ.
അപ്പോൾ നമ്മളെ വീഡിയോ ജനുവരിയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതേ റോഡിൻ്റെ സൈഡിലൂടെ കന്നുകാലികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോകുമ്പോഴേ മിക്ക വീട്ടിലും തൊഴുത്തും പശുക്കളുണ്ട്. അത് വീടുകളുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ആ തൊഴുത്തോള്. അത് നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാം. അപ്പോൾ അതേ ഇവിടെ സൈഡിലൊക്കെ നോക്കിയാൽ കൃഷികൾ കണ്ട, ഇതേ സൂര്യകാന്തിയുടെ അപ്പുറത്ത് കാബേജ് കൃഷി കണ്ട. കൂടുതൽ ഈ ടൈമിൽ സൂര്യകാന്തി കൃഷിനെ കാണുന്നത്. അപ്പോൾ കാബേജ് കൃഷി ഉണ്ടപ്പോഴേ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പോൾ അവിടെ കൃഷി സ്ഥലത്തെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷി സ്ഥലത്തെ ആൾ നിൽക്കണ്ടപ്പോഴാണ് വണ്ടി ഒന്ന് സൈഡാക്കിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ വിളവെടുപ്പായിരുന്നു. 2 നല്ല കാബേജ് വാങ്ങി. കാബേജിന് നല്ല വലിപ്പത്തിൽ നല്ല സൈസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കാബേജ് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. നമ്മളവിടുത്തെ പച്ചക്കറികളൊന്നും ഇത്ര വലിയ സൈസ് കാബേജ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് 2 ദിവസം കഴിഞ്ഞാലേ നമ്മുടെ ഇളയ മകൻ ശിവാംശിൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ സദ്യക്ക് ഒരു നാച്ചുറൽ ഉൽപ്പന്നം. അപ്പോൾ ഇളയ ആളുടെ പേര് ശിവാംശ്, മൂത്ത ആളുടെ പേര് വിസ്മയ. ശിവാംശിൻ്റെയും വിസ്മയുടെയും പേരുകൾ കൂട്ടി ചേർത്തിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ശിവസ്മയം എന്നാക്കിയത്. അപ്പോൾ കാബേജ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. എന്നുവെച്ചാലേ നാച്ചുറൽ ഉൽപ്പന്നം കഴിക്കാൻ എൻ്റെ സുഖം നമ്മളറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം എത്തുമ്പോൾ എന്തുകൊണ്ടൊക്കെ ടേസ്റ്റ് മാറുന്നു. അതിപ്പോൾ എന്തായിരിക്കാം നമുക്ക് പലതരത്തിലും ചിന്തിക്കുക. എന്തായാലും നമുക്ക് ഈ വഴിക്കൊക്കെ വരുമ്പോഴേ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് പോവാം. അതുപോലെ കാബേജ് മേടിച്ചപ്പോഴേ വലിയ വിലയൊന്നും വന്നില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നാച്ചുറൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമല്ലോ. നമ്മൾ ഈ കറക്കത്തിനിടയില്ലേ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ വയറൊക്കെ കാടായിരിക്കും. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നാച്ചുറൽ ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഗുണ്ടൽപേട്ടയ്ക്ക് വന്നാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കാണാൻ കാഴ്ചകളും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ച് പോവാം. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് തണ്ണിമത്തം മേടിച്ചിട്ട് പോയി. നല്ല പച്ചപ്പായിട്ട് ചെറിയൊരു തണ്ണിമത്തല്ലേ, അതിവിടെ ഞാൻ ചാക്കായിട്ട് ഞാൻ മേടിച്ചിട്ട് പോയിട്ടാ. നല്ല വിലയിൽ നല്ല വ്യത്യാസം തന്നിട്ട് അതിനൊക്കെ. അത് നമ്മൾ പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കണ കാണാം. മിക്കതും ചാക്കായിട്ട് കിട്ടത്. നമുക്കത് വീട്ടിലെ കുറച്ച് ആവശ്യം വന്നുള്ളൂ. ബാക്കി നമ്മളത് അയലക്കത്തും ബന്ധുക്കളൊക്കെ കൊടുത്തു. തണ്ണിമത്തനെ ചാക്കിൽ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വയനാട് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞതേ നമ്മളിപ്പോൾ വേണേൽ റോഡുണ്ടല്ലോ. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡൊക്കെ പച്ചക്കറി തോട്ടാട്ടാ. അപ്പോൾ ഈ റോഡും കൃഷിത്തോട്ടങ്ങളൊക്കെ കുറേ ദൂരം ഗുണ്ടൽപേട്ട് ടൗൺ വരെ ഇങ്ങനെ നിൽക്കണ്ടാ. അതുപോലെ വലിയ റോഡും നല്ല സൈഡ് പാർക്കിങ്ങും. അപ്പോൾ നമുക്ക് കൃഷിത്തോട്ടങ്ങൾ കാണുകയും ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് മേടിച്ച് പോവുകയും ചെയ്യും. ഇവിടെ നല്ലട്ടാ. ഓരോ ടൈമിലും ഓരോ കൃഷിയാണ്. ഓണത്തിൻ്റെ സീസണൊക്കെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ടൈമിൽ കുറേയൊക്കെ പൂക്കളായിരിക്കും. ഞാനിതുവരെ ആ ടൈമിൽ വന്നിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ല. പിന്നെ ഈ ടൈമിൽ വന്നപ്പോഴേ കുറേ കൃഷി സ്ഥലങ്ങൾ ഒഴിഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. ഇനി വേറെ മാസത്തിലൊക്കെ ഒന്ന് വന്ന് നോക്കണം. വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട ഭാഗങ്ങളായിരിക്കും ഇട്ടപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ ചോന്ന മണ്ണ് കണ്ട. ഇങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെ ചോന്ന മണ്ണ് കാണാം. നമ്മളവിടെ നിന്നും കാണില്ല കേട്ടോ അത് ചോന്ന മണ്ണ്. അപ്പോൾ നമ്മളിങ്ങനെ റൂട്ടൊക്കെ പോയിട്ട് ഗുണ്ടൽപേട്ട് ടൗണൊക്കെ എത്താറായി. അപ്പോൾ അതെ നമുക്ക് അതിനിടയിൽ ടോൾ പ്ലാസ കിട്ടുന്നുണ്ടാ. അപ്പോൾ ആ ടോളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയാലേ വീണ്ടും കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണാം. അപ്പം നോക്കിയേ ഗ്രാമക്കാഴ്ചകൾ, പശുക്കൾ, കൃഷിയിടങ്ങൾ. പിന്നെ ഇവിടെ റോഡ് സൈഡിൽ വഴിയോര കച്ചവടക്കാർ ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഇവിടുത്തെ വഴിയോരത്ത് വിൽക്കുന്ന കാഴ്ചയുണ്ടത്. ഇതുപോലത്തെ കുറേ വഴിയോര കച്ചവടക്കാർ നമുക്ക് ഈ റൂട്ടിൽ കിട്ടും. ഞാനപ്പോൾ പറയുന്നത് വെണ്ടയ്ക്ക, ബീൻസ്, കൊത്തമര, പിന്നെ കുക്കമ്പർ മേടിച്ചുട്ടാ. വേറെ ഐറ്റംസുകളും കുറേ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇതേ മേടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വഴി വയനാട്ടിൽ നിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് കൂടി ഗുണ്ടൽപേട്ടിലെത്തി. ഗുണ്ടൽപേട്ട് ടൗൺ നമ്മൾ എത്തിയിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ ചെന്ന് എത്തുന്നത് ഗുണ്ടൽപേട്ട് ടൗണിലേക്കാണ്. അവിടെ നമ്മൾ ടി റോഡോട് കൂടി ഒരു സിഗ്നൽ കിട്ടും. അവിടെ നിന്ന് റൈറ്റ് പോയാൽ ഊട്ടി, ലെഫ്റ്റ് മൈസൂർ. അപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ നമുക്ക് മസിനോട് കൂട്ടി നമുക്ക് ഊട്ടിക്ക് പോവാം. അല്ലെങ്കിൽ ഊട്ടി റൂട്ടിൽ തന്നെ പേക്കാട് എത്തിയിട്ട് ഗൂഡല്ലൂർ വഴി നാടുകാണി ചുരം ഇറങ്ങി നമുക്ക് കേരളത്തിലേക്ക് അടക്കാം. ശിവസ്മൻ ചാനൽ വയനാടും പിന്നെ കർണാടകയിലെ ഗുണ്ടൽപേട്ടും കണക്ട് ചെയ്ത് മസിനോട് വഴി ഊട്ടിയും വ്യക്തമായ യാത്രകൾ അടങ്ങിയ വീഡിയോകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ.